ന്യായപ്രമാണ പ്രകാരം ഒരു മനുഷ്യൻ ജീവിക്കുന്നുവെങ്കിൽ, ആ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ട് അനുസരിക്കുന്നുവെങ്കിൽ, ആ പഴയ നിയമ ഭക്തന്മാര് അനുഭവിച്ച സമ്പത്തൊക്കെയും നമുക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആദ്യമേ ന്യായപ്രമാണം വന്നു. ന്യായപ്രമാണത്താൽ നമുക്ക് എന്താണ് പല നിയമങ്ങളും എഴുതി തന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, രണ്ടാമതാണ് ക്രിസ്തു വന്നത്. ന്യായപ്രമാണത്താൽ നമുക്ക് നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയിപ്പോയി. അപ്പോൾ ന്യായപ്രമാണം ദൈവം തന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ള സത്യം നിങ്ങൾ അറിയണം. ഇന്ന് നിങ്ങൾ പള്ളികളിലായിക്കോട്ടെ, ചില പെന്തക്കോസ്ത് ഉപദേശിമാര് പോലും ന്യായപ്രമാണത്തെ പഠിപ്പിക്കുമ്പോൾ അത് തെറ്റായിരിക്കുന്ന ഒരു ഉപദേശമാണെന്ന് ബൈബിൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം നമുക്ക് മനസ്സിലാകും. അപ്പോൾ നോക്കുവിന് ദൈവം ന്യായപ്രമാണം മോശ മുഖാന്തരം നൽകി തന്നത് നമ്മളെ രക്ഷിക്കുവാനല്ല, ശിക്ഷിക്കുവാനാണ്. എന്താണെന്നറിയാമോ? നീ അധികം ഞെളിയണ്ട, നീ പാപിയാണ്, നിന്റെ ശിക്ഷ മരണമാണ്. എല്ലാ മനുഷ്യരും നോക്കി പറയുന്നു, വിശേഷ ക്രിസ്തീയ മതവിശ്വാസികളായിരിക്കും നിങ്ങളോട് പറയുന്നു, നീ അധികം ഞെളിയണ്ട, നീ പാപം ചെയ്തിട്ടുള്ളവനാണ്, പാപമുള്ളവനാണ്, അതുകൊണ്ട് ന്യായപ്രമാണ പ്രകാരം നീ എന്താണ് മരണശിക്ഷയ്ക്ക്, നരകശിക്ഷയ്ക്ക് യോഗ്യനാണെന്ന് ഒരൊറ്റ തെളിവ് മാത്രമാണ് ന്യായപ്രമാണം കൊണ്ട് നമുക്ക് തരുന്നത്. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മരണമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മളെ നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഈ ന്യായപ്രമാണത്തിനുള്ളൂ.